പറയും കൈകളിതാ മുഷ്ടി ചുരുട്ടി പറയുന്നു അടിമകളല്ല അടിയാളല്ല. അപ്പൊ 60,000 രൂപ വേണമെന്നുണ്ട്. 10,000 രൂപ മാത്രം കൂട്ടിക്കൊടുത്തിട്ടുണ്ടെന്ന് പ്രവർത്തകരെ നമ്മുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പാതയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ നമ്മുടെ ആരാധനായ ദേശീയ അധ്യക്ഷൻ, അതുപോലെ നമ്മുടെ ഇന്റർനാഷണൽ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, യുഎന്നിന്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, 5-ാം ദിവസമാണ് നമ്മുടെ പോരാട്ടം. സത്യം പറഞ്ഞാൽ വളരെ അഭിമാനമുണ്ട്. ഈ സമയത്തും ഇത്രയും ആവേശത്തോടെ ഈ സമരപ്പന്തിൽ നിൽക്കുന്ന നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളെ നയിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. പലരും പറഞ്ഞിരുന്നു പുഷ്പഗിരിയിൽ സംഘടനാ പ്രവർത്തനം വളരെ ദുർഘടമാണ്. പക്ഷേ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ വലിയ ദുർഘടം കടന്നു വന്ന നിങ്ങൾക്ക് ഈ സമരമൊക്കെ എന്ത് അല്ലേ? അപ്പോൾ ഒരു ആശുപത്രി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ ജീവനക്കാരെ മുകളിലേക്ക് എടുത്തു കൊണ്ടാണ് ചെയ്യാൻ. നമ്മൾ ചോദിക്കുന്നത് 1333 രൂപ, 40,000 രൂപ അടിസ്ഥാന ശമ്പളമാക്കുന്നത്. നിങ്ങൾ നോക്കൂ, 490 ആശുപത്രികളിലാണ് നമ്മൾ സമരം ചെയ്തത്. 469 ആശുപത്രികളും നമ്മളുമായിട്ട് കരാർ ഒപ്പിട്ടു. ഈ പറയുന്ന പത്തനംതിട്ടയിൽ വരെ, തൊട്ടടുത്ത ബിലീവേഴ്സ്, അതുപോലെ തന്നെ പരുമല, KM ചെറിയാൻ, മുത്തൂറ്റ് ആശുപത്രികൾ, കാരണം മുത്തൂറ്റിന് 2 ആശുപത്രി ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു, ഇപ്പം എനിക്ക് റെജി, പുഷ്പഗിരിക്ക് മാത്രം എപ്പോഴും 2 കൊമ്പുണ്ട്. ആ കൊമ്പ് ഇത്തവണ നമ്മൾ ഒടിക്കും. നിങ്ങൾ നോക്കൂ, ഞാൻ ആദ്യമായിട്ടാണ്, പണ്ട് നമ്മൾ സമരം തുടങ്ങിയപ്പോൾ കേട്ടിരുന്നത്, UN തുടങ്ങിയ കാലഘട്ടത്തിൽ പല കല്യാണം മുടക്കണൊക്കെ ആരൊക്കെ കേട്ടിരുന്നു. ഇവിടെ ഇത്തവണ ഞാൻ കേട്ട ഒരു മുദ്രാവാക്യം എന്താ? കല്യാണം നടത്തി കൊടുക്കണമെങ്കിൽ സമരത്തിന് അങ്ങോട്ട് കയറണം. ഇങ്ങനെ പറയുന്ന ഒരു മാനേജ്മെന്റ് എന്തിനാണ് ജാതിയെയും മതത്തെയും വർഗത്തെയും എല്ലാം ഒരു തൊഴിലാളി സമരത്തിലേക്ക് വലിച്ചിഴക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും നികൃഷ്ടമായ ഒരു പ്രവൃത്തി പറയില്ല. നമ്മൾ ഈ പറയുന്ന പുഷ്പഗിരിന്റെ ഷെയർ ഒന്നും ചോദിച്ചില്ലുണ്ടോ? 2016 സുപ്രീം കോടതി പറഞ്ഞത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യ വേതനം. 2016 ജഗദീഷ് പ്രസാദ് കമ്മിറ്റി, കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയാണത്. അവർ ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും പോയിട്ട് നഴ്സുമാരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും 2016 നഴ്സുമാരുടെ ജീവിത നിലവാരത്തിന് വേണ്ടി ഏറ്റവും കുറഞ്ഞ കൂലി 40,000 ആക്കണമെന്ന് അവർ റെക്കമെൻഡേഷൻ കൊടുത്തു. ആ ഒരു ആവശ്യത്തിനാണ് 2026 അവർ സമരം ചെയ്യുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് 8 മണിക്ക് 8:15 നമ്മുടെ തമ്മിൽ എന്ന പ്രോഗ്രാം ഉണ്ട്. അതിന് ഇന്നൊരു നമ്മുടെ വിഷയമാണ് നഴ്സുമാരെ. അപ്പം അതിന് മാനേജ്മെന്റ് അസോസിയേഷൻ കൊണ്ടു കൊടുത്തൊരു ലെറ്റർ കൊടുത്തു. അരിക്ക് വില 20 റുപ്യ. പിന്നെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുക 20 റുപ്യക്ക്. അതായത് ഒരു മാസത്തേക്ക് അരിക്ക് 20 രൂപയ്ക്ക് എവിടെ കിട്ടും? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം മാനേജ്മെന്റ്, അല്ലേ? ഇവര് പറഞ്ഞ മാതിരി നമ്മൾ ശമ്പളമൊന്നും കൂട്ടി ചോദിക്കുന്നില്ല. എന്ത് വേണം? നമ്മുടെ വീട്ടിലേക്കുള്ള അരിയും ഭക്ഷണവും ഒക്കെ, അല്ലെങ്കിൽ ഗ്യാസ് കുറ്റിയൊക്കെ ഇവരിങ്ങനെ മേടിച്ചു തരണം, അല്ലേ? ജയ് ജയ് ജയ്